ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല താമരശ്ശേരി രൂപത മെത്രാൻ മാർ റെമിജിയോസ് ഇഞ്ചനാലയെ സന്ദർശിച്ചു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തൂഫാൻ ബാരിയർ ബാഡ്ജ് പിതാവിന് നൽകുകയും ചെയ്തു. കേരളത്തെ ഗ്രസിക്കുന്ന ലഹരി ഭീഷണിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ തൂഫാൻ ദ നാർക്കോട്ടിക്സ് ഹണ്ടിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ രമേശ് ചെന്നിത്തല ചെയ്യുന്ന കാര്യങ്ങൾ നിസ്തുലമാണെന്ന് ബിഷപ്പും ചൂണ്ടിക്കാട്ടി. കേരളത്തെ ഗുരുതരമായി ബാധിക്കുന്ന ലഹരി ഭീഷണിക്കെതിരായ പോരാട്ടത്തിന് പിന്തുണയും അനുഗ്രഹവും തേടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലുമായി കൂടിക്കാഴ്ച നടത്തിയത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ തൂഫാൻ ദ നാർക്കോട്ടിക്സ് ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി ബിഷപ്പിനെ അദ്ദേഹം തൂഫാൻ വാരിയർ ബാഡ്ജ് അണിയിച്ചു. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരിയെന്നും ഭാവി തലമുറയെ സംരക്ഷിക്കാനുള്ള വലിയൊരു സാമൂഹിക മുന്നേറ്റമാണ് തൂഫാൻ പദ്ധതിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പുകഞ്ഞു തീരേണ്ടതല്ല ജീവിതമാണ് ലഹരി എന്ന സന്ദേശം യുവതലമുറയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. സാമൂഹിക നന്മയ്ക്കായി എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന താമരശ്ശേരി ബിഷപ്പിന്റെ പിന്തുണ ഈ ദൗത്യത്തിന് വലിയ കരുത്താകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തുഫാൻ, അപ്പോൾ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ തേടിയാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഈ സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള അവബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ ഈ ദൗത്യം അദ്ദേഹത്തെ അറിയിക്കാനും അദ്ദേഹത്തെ തുഫാൻ വാരിയറാക്കാനും വേണ്ടിയാണ് ഇവിടെ വന്നത്. എല്ലാ കാലത്തും ഞങ്ങളോടൊക്കെ വളരെ സ്നേഹവും താല്പര്യവും കാണിക്കുന്ന ആളാണ് പിതാവ്. ഇതിൽ പങ്കാളിയായതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തെ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പ്രശംസിച്ചു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ദൈവം മനുഷ്യരിലൂടെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും കേരളത്തിന് ഒരു അനുഗ്രഹമായാണ് ചെന്നിത്തല വന്നിരിക്കുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സഭയുടെ എല്ലാ സംവിധാനങ്ങളും തൂഫാൻ പദ്ധതിക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മദ്യത്തിനെതിരെ ശക്തമായി പോരാടിയിട്ടുള്ളവരാണ് ഞങ്ങൾ. അതിൽ വിജയം വരിച്ചു എന്ന് തന്നെ കരുതുന്നുണ്ട്. എന്നാൽ മദ്യത്തേക്കാൾ ദ്രോഹകരമായിട്ടുള്ളതാണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നതിന് എതിരെ ശബ്ദമുയർത്തുവാൻ ഒരു മാലാഖയെ പോലെയാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ രംഗത്തേക്ക് കടന്നു വന്നത്. ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നത് വ്യക്തികളിലൂടെയാണല്ലോ. തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമായി അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് തൂഫാൻ എന്ന ഒരു പേര് തന്നെ, കൊടുങ്കാറ്റ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഇത്ര മനോഹരമായൊരു പേര്? ഹിന്ദി, കൊടുങ്കാറ്റ് എന്നുള്ള അർത്ഥം ഹിന്ദിയിൽ നിന്നാണ്. ഹിന്ദിയിൽ നല്ല പ്രാവീണ്യമുള്ള ആളാണല്ലോ നമ്മുടെ മിനിസ്റ്റർ. ആ ഹിന്ദിയിൽ നിന്ന് തൂഫാൻ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പേര് തന്നെ അതിന് കിട്ടി. അതുകൊണ്ട് ആ പേര് അതുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തുവാൻ സാധിച്ചു. എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. കാലികമായ ഒരു വിഷയമാണല്ലോ അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ കൊണ്ടുവന്നത്. അതിന് കേരള സമൂഹത്തിൻ്റെ മുഴുവൻ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. വളരെ നേരത്തെ തന്നെ തൂഫാൻ ഞങ്ങളുടെ സ്കൂളുകളിലും എല്ലാം ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിരുന്നു. നമുക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം പങ്കുചേരണം, തുടച്ചു നീക്കണം. അടുത്ത തലമുറയെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് ഇങ്ങനെയാണ് എന്ന സന്ദേശം നേരത്തെ തന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോടെല്ലാം പങ്കുവച്ചിരുന്നു. വീര്യം കുറഞ്ഞ ലഹരി കൊടുക്കാൻ എന്നുള്ള തീരുമാനം ഗവൺമെൻറ് തിരുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. KCBCയുടെ പ്രതിഷേധം ശക്തമായി അറിയിച്ചിട്ടുണ്ട്. ലഹരി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലഹരി തന്നെയാണ്. ഒരിക്കലും അതിന് അടിമകളായാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല. അത് തലമുറകളെ തകർത്ത് കളയുന്നതാണ്. മഹാത്മാഗാന്ധി എനിക്കൊരു ദിവസം അധികാരം ലഭിച്ചാൽ ഞാൻ ആദ്യം നിരോധിക്കുക മദ്യമാണെന്ന് പറഞ്ഞവരുടെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്. അതുകൊണ്ട് മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെയും ഒരുപോലെ പോരാടണം. തൂഫാൻ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി ബാറുകൾ തുടങ്ങിയും അതുപോലെ ലഹരിയുടെ വീര്യം കുറഞ്ഞ ലഹരി വിതരണം ചെയ്തും എങ്ങനെ ഒരു സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കും എന്നുകൂടെ ഞങ്ങളോട് പങ്കുവച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ടുള്ളൊരു സന്ദേശം ആളുകൾക്ക് കൊടുക്കുകയാണ്. വീര്യം കുറഞ്ഞ ലഹരി നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക, സന്തോഷിക്കുക. പക്ഷേ അതും അപകടം തന്നെയാണ്. ചെറിയ ഒരു ലഹരിയാണെങ്കിൽ അടിമകളാകുമ്പോൾ അതും അതിനടിമയാകാൻ കൂടുതൽ വീര്യമുള്ള മയക്കുമരുന്നിലേക്ക് കടന്നു പോകും.
അതുകൊണ്ട് ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിലങ്ങാട് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചതിൽ ഗവൺമെൻറ്റിനോട് പ്രത്യേകം നന്ദി. പക്ഷേ 5 കോടി രൂപ ഒന്നുമല്ല, 100 കോടി പ്രഖ്യാപിക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ബജറ്റിൽ വിശദമായ ചർച്ച വരുമ്പോൾ അത് 100 കോടിയായി ഉയർത്തുമെന്നാണ് ഞങ്ങൾ ഇതിന് ഇരയായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 80ഓളം വീടുകളാണ് വച്ച് നൽകിയത് പാവപ്പെട്ടവർക്ക്, അതിൽ ദുരിതം അനുഭവിച്ചവർക്ക്. ഏകദേശം 12 കോടി രൂപ അവിടെ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല എന്നുള്ളത്. അപ്പോൾ 5 കോടി രൂപ ഞങ്ങൾ 90 വീട് 80 വീട് വെച്ച് കൊടുക്കുമ്പോഴേക്കും 12 കോടി രൂപയായെങ്കിൽ 5 കോടി രൂപ അവിടെ റോഡ് നന്നാക്കാനുണ്ട്. റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമേ അല്ല. അവിടെ 5 കോടി രൂപ സൈഡ് കെട്ടാൻ പോലും ആകുകയില്ല. പക്ഷേ ഞങ്ങൾ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു 100 കോടി പാക്കേജ് ഉണ്ടാകും. അപ്പോൾ തൽക്കാലം ബജറ്റിൽ അത് കൊള്ളിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. MK രാഘവൻ MP, K പ്രവീൺകുമാർ MLA, VT സൂരജ് MLA എന്നിവരും രമേശ് ചെന്നിത്തലയോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ തൂഫാൻ പദ്ധതി കോർഡിനേറ്റർ പുട്ട വിമലാദിത്യ IPS, കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPS എന്നിവരും താമരശ്ശേരി ബിഷപ്പ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട്.